പ്രഗ്നൻസി ടൈമിലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴും തലവേദന അധികം വന്നിരുന്നില്ല എന്ന് പല മൈഗ്രെയിൻ പേഷ്യൻസും പറയാറുണ്ട്. ഈസ്ട്രജന് മൈഗ്രെയിനിൽ ഒരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ട്. പ്രഗ്നൻസി ടൈമിൽ ഈസ്ട്രജൻ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മൈഗ്രെയിനിന്റെ ഫ്രീക്വൻസിയും ഇന്റൻസിറ്റിയും കുറഞ്ഞു വരാറുണ്ട്. ഡെലിവറിക്ക് ശേഷം ഈസ്ട്രജൻ കുറയാറുണ്ടെങ്കിലും ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നത് ഈസ്ട്രജൻ ലെവൽ കുറയുന്നത് പ്രിവെന്റ് ചെയ്യാനും സഹായിക്കും. ഇതും മൈഗ്രെയിനിൽ ബെനിഫിറ്റ് ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രീക്വന്റ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാനും ഇവൻ 6 മാസം കഴിഞ്ഞിട്ട് നോർമൽ ഫുഡ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പോലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ടും പറയാറുണ്ട്. ഇതിനർത്ഥം മൈഗ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് മാറി എന്നല്ല. ബ്രസ്റ്റ് ഫീഡിങ് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പെട്ടെന്ന് നിർത്തുകയാണെങ്കിൽ ശക്തമായ തലവേദന അനുഭവപ്പെടാനും അല്ലെങ്കിൽ മൈഗ്രെയിൻ ഫ്രീക്വന്റ് ആയിട്ട് വരാനും സാധ്യതയുണ്ട്. മാത്രമല്ല പ്രഗ്നൻസിക്ക് ശേഷം വരുന്ന ഹോർമോണൽ ഇംബാലൻസ്, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് പോലെയുള്ള തൈറോയ്ഡ് രോഗങ്ങൾ, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ് അല്ലെങ്കിൽ മറ്റ് സിസ്റ്റമിക് രോഗങ്ങൾ എന്നിവയുടെ ഭാഗമായിട്ടൊക്കെ തലവേദന അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിന് ശേഷം ഫ്രീക്വന്റ് ആയിട്ട് തലവേദന വരുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യാനും അതിന്റെ കാരണം കണ്ടെത്താനും ട്രീറ്റ്മെന്റ് എടുക്കാനും ശ്രമിക്കുക. കൂടുതൽ മൈഗ്രെയിൻ ഇൻഫർമേഷൻസിന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.